ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ ദ ലോസ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. It was the festival of spring. From the wintry shades of narrow lanes and alleys emerged a gaily clad humanity. Some walked, some rode on horses, others sat, being carried in bamboo and bullock carts. One little boy ran between his father's legs, brimming over with life and laughter. അപ്പോൾ എന്താണ് ഈ കഥ നടക്കുന്നത്? ഒരു സ്പ്രിംഗ് ഫെസ്റ്റിവലിൻ്റെ സമയത്താണ്. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. ചിലർ നടന്നു പോകുന്നു, ചിലർ കുതിര പുറത്ത് പോകുന്നു, ചിലർ അവിടെ ഇരിക്കുന്നുണ്ട്, ചിലർ ബാംബൂർ ഇങ്ങനെ ക്യാരി ചെയ്യുന്നു, ബ്ലോക്ക് കാർട്സിൽ പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഇടയ്ക്ക് ഒരു ഫാദറിൻ്റെ കൂടെ ഒരു ലിറ്റിൽ ബോയ് അവിടെ ഓടി ചാടി കളിച്ച് നടക്കുന്നുണ്ട്. "Come, child, come," called his parents as he lagged behind, fascinated by the toys in the shops that lined the way. He hurried towards his parents, his feet obedient to their call, his eyes still lingering on the receding toys. As he came to where they had stopped to wait for him, he could not suppress the desire of his heart, even though he well knew the cold stare of refusal in their eyes. "I want that toy," he pleaded. His father looked at him red-eyed in his famous tyrant's way. His mother, melted by a free spirit of the day and tender, and giving him her finger to hold, said, "Look, child, what is before you?" It was flowering mustard field, pale like melting gold, as it swept across miles and miles of even land. എന്താണ് അപ്പോൾ ഒരു പാരൻസിൻ്റെ കൂടെ ചിൽഡ്രൻസിൻ്റെ ഒരു ലിറ്റിൽ ബോയ് ഉണ്ട്. അവൻ എന്താണ് പാരൻസിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പാരൻസ് അവനെ വിളിക്കുന്നുണ്ട്, കാരണം അവൻ കുറച്ച് പിറകിൽ നിൽക്കുകയാണ്. ഈ ടോയ് ഷോപ്സിലേക്ക് ടോയ്സൊക്കെ ഇങ്ങനെ നോക്കി അവിടെ പിറകിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ പാരൻസ് അവനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ പാരൻസ് വിളിക്കുന്ന കേട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവനെ ഈ ടോയ്സൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ആ ടോയൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും അവനറിയാം ഈ പാരൻസ് എന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല, വാങ്ങിത്തരില്ല എന്നറിയാം. എന്നാലും അവൻ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് ഫാദർ ഒന്ന് രൂക്ഷമായിട്ട് ഈ ചൈൽഡിനെ നോക്കി എന്താണ് മദർ പറഞ്ഞ എന്താണ്, നിൻ്റെ മുൻപിലുള്ളത് എന്താണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മുമ്പിലുണ്ടായിരുന്ന എന്താണ് മസ്റ്റാർഡ് ഫീൽഡാണ്, കടുകുപാടങ്ങളായിരുന്നു ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന. അത് മൈലുകളോളം ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ്. A group of dragonflies were bustling airboard on their gaudy purple wings, intercepting the flight of a lone black bee or butterfly in search of sweetness from the flowers. The child followed them in the air with his gaze, till one of them would still its wings and rest, and he could try to catch it, but it would go flapping up into the air. When he had almost caught into his hands, then his mother gave a cautionary call, "Come, child, come on to the footpath." എന്താണ് അവിടെ മൊത്തം ഫീൽഡ്സിൻ്റെ അടുത്തൊക്കെ ഡ്രാഗൺ ഫ്ലൈസും ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബോയ് എന്ത് ചെയ്യും, ഈ ബട്ടർഫ്ലൈസിൻ്റെ പിറകെയും ഡ്രാഗൺ ഫ്ലൈസിൻ്റെ പിറകെയൊക്കെ ഇങ്ങനെ ഓടി നടക്കും. എന്താണ് ഏതെങ്കിലും ഒരെണ്ണം അതിൻ്റെ ചിറക് അല്ലെങ്കിൽ പറക്കുന്നത് ഒന്ന് പോസ് ചെയ്താൽ അതിനെ പോയി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ പിറകെ ഓടുന്നത്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാറാവുമ്പോൾ മദർ വിളിക്കും, എന്താണ് "കം ചൈൽഡ്, കം ഓൺ ടു ദ ഫുട്പാത്തിൽ കയറി നടക്കാൻ വേണ്ടിയിട്ട് മദർ ഈ ബോയെ വിളിക്കും. He ran towards his parents gaily and walked abreast of them for a while, being however soon left behind, attracted by the little insects and worms along the footpath that were teeming out from their hiding places to enjoy the sunshine. കുറച്ച് നേരം പാരൻസ് പറയുന്ന കണക്ക് ഇവൻ എന്താണ് ഫുട്പാത്തിലേക്ക് കയറി നടക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിറകിലേക്ക് പോയി ഇൻസെക്ട്സിൻ്റെ വോംസിൻ്റെ അടുത്തേക്കൊക്കെ പോയി നോക്കും. അപ്പോൾ ആ ഇൻസെക്ട്സൊക്കെ അതിൻ്റെ ഹൈഡിങ് പ്ലേസസൊക്കെ മാറി പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. സൺഷൈൻ ആകുമ്പോൾ അത് എൻജോയ് ചെയ്യാനായിട്ട് ഇൻസെക്ട്സൊക്കെ പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. "Come, child, come," his parents called from the shade of a grove where they had seated themselves on the edge of a well. He ran towards them. അപ്പോൾ എന്താണ് വീണ്ടും പാരൻസ് വിളിക്കുകയാണ്, "കം ചൈൽഡ്, കം." അവരെന്താണ് ഒരു ഗ്രോവിൻ്റെ അടുത്ത് ഒരു വെല്ലിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഇരിക്കുകയാണ്, കുറച്ച് അടുത്ത് ഇരിക്കാൻ പോയി നിൽക്കുകയാണ്. അപ്പോൾ അവൻ അവരുടെ അടുത്തേക്ക് പോയി. A shower of young flowers fell upon this child as he entered the grove, and forgetting his parents, he began to gather the raining petals in his hand. But lo, he heard the cooing of doves and ran towards his parents, shouting, "The dove, the dove!" The raining petals dropped from his forgotten hands. എന്താണ്
ഇപ്പോൾ പാരൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ ഗ്രൂമിൽ ചെന്നപ്പോൾ ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ അവരുടെ ദേഹത്തേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്യുക, അവൻ ആ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പെറ്റൽസ്, റൈനിങ് പെറ്റൽസ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഇതളുകൾ വീഴുന്നത് ഇവനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഡൗസ് പ്രാവുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഓടിച്ചെന്ന് പാരൻസിനോട് ഷൗട്ട് ചെയ്ത് പറയുകയാണ്, ദ ഡവ് come child come, they called to the child. We had now gone running in wild capers round the banyan tree, and gathering him up they took a narrow winding footpath which led to the fair through the mustard fields. അപ്പോൾ വീണ്ടും ഈ പാരൻസ് അവനെ വിളിച്ചുകൊണ്ട് ഈ ബനിയൻ ട്രീ ഒക്കെ റൗണ്ട് ചെയ്ത് നാരോ ഫുട്പാത്തിൽ കൂടെ കയറി പോവുകയാണ്. As they neared the village, the child could see many other footpaths full of throngs converging to the whirlpool of the fair, and felt at once repelled and fascinated by the confusion of the world he was entering. അപ്പോൾ എന്താണ്, ഇവർ ഫെയറിലേക്ക് പോവുകയാണ്, അതായത് ഈ മേള നടക്കുന്ന ആ ഒരു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, ഒരുപാട് ഇതുപോലത്തെ ഫുട്പാത്ത്സ് കാണാൻ പറ്റി. അത് ഇങ്ങോട്ട് ഫെയറിൽ ചെന്ന് അവസാനിക്കുന്ന കണക്കുള്ള ഫുട്പാത്ത്സാണ് കാണാൻ പറ്റിയത്. വേർപൂൾ എന്ന് ഉദ്ദേശിക്കുന്ന ചുഴി. ആ ഫുട്പാത്ത്സ് എല്ലാം ചെന്ന് എവിടെയാണ് അവസാനിക്കുന്നത്, ഫെയറിലാണ് ചെന്ന് അവസാനിക്കുന്നത്. A sweet meat seller hawked gulab jamun, rasgulla, burfi, jalebi at the corner of the entrance, and crowd pressed round his counter at the foot of an architecture of many colored sweets decorated with leaves of silver and gold. The child stared open-eyed, and his mouth watered for the burfi that was his favorite sweet. I want that burfi, he slowly murmured, but he half knew that he begged that his plea would not be heeded because his parents would say he was greedy. So without waiting for an answer, he moved on. ഇതാണ് അവിടെ ഒരു സ്വീറ്റ് സെല്ലർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീറ്റ്സൊക്കെ വിൽക്കുന്നുണ്ട്. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി ഇതൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിന്ന് നോക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബോയ്ക്ക് ബർഫി വേണം, ബർഫി അവന് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ബർഫി വേണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ പാരൻസ് അവനെ സമ്മതിക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ വെയിറ്റ് ചെയ്യാതെ അവൻ പോവുകയാണ്. അവൻ ചോദിച്ചെങ്കിലും അവനറിയാം പാരൻസ് സമ്മതിക്കണം, അതുകൊണ്ട് അവരുടെ കൂടെ തന്നെ അങ്ങ് പോവുകയാണ്. എ ഫ്ലവർ സെല്ലർ hawked a garland of gulmohar. The child seemed irresistibly drawn. He went towards the basket where the flowers lay heaped, and half murmured, I want that garland. But he well knew his parents would refuse to buy him those flowers because they would say that they were cheap. So without waiting for an answer, he would move. He moved on. അപ്പോൾ എന്താണ്, കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു ഫ്ലവർ സെല്ലർ ഇരുന്നിട്ട് ദി ഗാർലൻഡ് ഓഫ് ഗുൽമോഹർ പൂക്കളൊക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോയ് ഓടി ചെന്ന് ആ ഗുൽമോഹർ ഫ്ലവറിൻ്റെ അടുത്തൊക്കെ നോക്കിയാണ്. പക്ഷേ ഇവന് ഇതും വേണമെന്ന് ആഗ്രഹമുണ്ട്. പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് ചീപ്പാണെന്ന് പറഞ്ഞ് അവർ വാങ്ങി കൊടുക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഇവൻ ഒന്നും പറയാതെ പോവുകയാണ്. A man stood holding a pole with yellow, red, green, and purple balloons flying from it. The child was simply carried away by the rainbow glory of their silken colors, and he was filled with an overwhelming desire to possess them all. But he well knew his parents would never buy him balloon because they would say that he was too old to play with such toys. So he walked on further. അപ്പോൾ എന്താണ്, കുറച്ചുകൂടെ ചെന്നപ്പോൾ ഒരു പോളിൽ വെച്ച് അതിലിങ്ങനെ ബലൂൺസൊക്കെ കെട്ടി ഒരു ആളിങ്ങനെ ബലൂൺ കച്ചവടം ചെയ്യുന്നത് കണ്ടു. ഈ ബലൂൺസിനെ കണ്ടപ്പോൾ അവന് അത് വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാരൻസ് എന്ത് പറയും, അത് നിനക്ക് ബലൂൺ വെച്ച് കളിക്കാനുള്ള പ്രായമല്ല, അങ്ങനത്തെ ടോയ്സ് ഒന്നും ഇപ്പം കളിക്കണ്ടെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, അത് വാങ്ങിക്കൊടുക്കത്തില്ലെന്ന് ഇവനറിയാം. A snake charmer stood playing a flute to a snake which coiled itself in a basket. Its head raised in a graceful bend like the neck of a swan, while the music stole into its invisible ears like the gentle rippling of an invisible waterfall. The child wasn't at worst the snake charmer, but knowing his parents had forbidden him to hear such coarse music as the snake charmer played, he proceeded further. കുറച്ചുകൂടെ ചെന്നപ്പോൾ എന്താണ്, ഒരു സ്നേക്ക് ചാമർ അല്ലെങ്കിൽ പാമ്പട്ടി എന്നൊക്കെ പറയത്തില്ല, അയാൾ ഇങ്ങനെ ഈ സ്നേക്കിനെയൊക്കെ വെച്ച് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ബോയ് അങ്ങോട്ട് പോയി. പക്ഷേ ഈ പാരൻസ് ഇതൊക്കെ ഫോർബിഡൻ ചെയ്തുകൊണ്ട് അവനൊന്നും പറയാതെ വീണ്ടും അവിടെ നിന്ന്. There was a roundabout in full swing. Men, women and children, carried away in a whirling motion, shrieked and cried with dizzy laughter. The child watched and them intently, and then he made a bold request, I want to go
on the roundabout, please, father, mother. അപ്പോൾ എന്താണ്, എല്ലാവരും ഇങ്ങനെ റൗണ്ട് ബോട്ടിൽ പോകുന്നത് കണ്ടിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, ഒരു ബോൾഡ് റിക്വസ്റ്റ് വെക്കുകയാണ്. ഐ വോണ്ട് ടു ഗോ ഓൺ ദ റൗണ്ട് അബൌട്ട് പ്ലീസ് ഫാദർ മദർ എന്ന ഒരു ബോൾഡ് റിക്വസ്റ്റ് കുട്ടി മുന്നോട്ട് വെക്കുകയാണ്. There was no reply. He turned to look at his parents. They were not there ahead of him. He turned to look on either side. They were not there. He looked behind. There was no sign of them. അപ്പോൾ എന്താണ്, അവിടെ ഒന്നും ഒരു റിപ്ലൈയും കിട്ടിയില്ല. അതുകൊണ്ട് പോയി ഫ്രണ്ടിലോട്ട് നോക്കി, രണ്ട് സൈഡിൽ നോക്കി, പിറകോട്ട് നോക്കി. ആ പാരൻസിൻ്റെ ഒരു സൈനും അവിടെ കണ്ടില്ല. എ ഫുൾ ഡീപ്പ് ക്രൈ റോസ് വിത്തിൻ ഹിസ് dry throat, and with a sudden jerk of his body, he ran from where he stood, crying in real fear. Mother, father, tears rolled down from his eyes, hot and fierce. His flushed face was convulsed with fear, panic-stricken. He ran to one side first, then to the other, hither and thither in all directions, knowing not where to go. Father, mother, he wailed. His yellow turban came untied, and his clothes became muddy. എന്താണ്, അപ്പോൾ ആ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് എല്ലായിടത്തേക്കും ഓടിപ്പോയി നിൽക്കുകയാണ്. അതായത് ആദ്യം പോയ സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിപ്പോയി നിൽക്കുകയാണ്. എന്നിട്ട് വളരെ പേടിച്ച് കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഭ്രമിച്ചൊക്കെ കരയും നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ആ ടേബൻ, തലയിൽ കിട്ടുന്ന യെല്ലോ ടേബനൊക്കെ അഴിച്ച് ക്ലോത്ത്സൊക്കെ മൊത്തം മടിയായി അങ്ങനെ ഓടി വെപ്രാളപ്പെട്ടവൻ നടക്കുകയാണ്. Having run to and fro in a rage of running for a while, he stood defeated, his cries suppressed into sobs at little distances. On the green grass he could see, through his filmy eyes, men and women talking. He tried to look intently among the patches of bright yellow cloths, but there was no sign of his father and mother among these people, who seemed to laugh and talk just for the sake of laughing and talking. എന്താണ്, അവിടെയൊക്കെ ഓടിപ്പോയി നോക്കി ആകെ തളർന്ന് അവിടെ അവൻ വന്നിരിക്കുകയാണ്. അവൻ്റെ നിലവിളിയൊക്കെ ഇപ്പം മാറി ഒരു ഒച്ചയില്ലാത്തൊരു കരച്ചിലേക്ക് അത് എത്തിയിട്ടുണ്ട്. എല്ലായിടത്തേക്കൊക്കെ നോക്കുന്നുണ്ട്, ആൾക്കാരൊക്കെ നിൽക്കുന്ന അവിടത്തേക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരും പാരൻസും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് അവൻ അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവരെയൊന്നും കാണാനില്ല അവിടെ. He ran quickly again, this time to a shrine to which people seemed to be crowding. Every little inch of space there was congested with men, but he ran through the people's legs, his little sob lingering. Mother, father near the entrance to the temple. However, the crowd became very thick. Men jostled each other, heavy men with flashing murderous eyes and hefty shoulders. A poor child struggled to thrust a way between their feet, but knocked to and fro by their brutal moments. He might have been trampled underfoot had he not struck at the highest pitch of his voice. Father, mother, a man with surging crowd heard his cry, and stooping with great difficulty lifted him up in his arms. എന്താണ്, അകത്തേക്ക് ആ ഒരു ഷ്രൈൻ അല്ലെങ്കിൽ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിനകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും ഒരുപാട് കൺജസ്റ്റഡ് ആയ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ കഷ്ടപ്പെട്ടാണ് അതിനകത്തേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് അവൻ ഫാദർ മദർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ഇത് കേൾക്കുകയും അവന് വന്ന് ലിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. How did you get here, child? Whose baby are you? The man asked as he steered clear of the mass. The child wept more bitterly than ever now and only cried, I want my mother, I want my father. എന്താണ്, ആ മാൻ വന്നിട്ട് അവൻ്റെ ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, നിൻ്റെ പാരൻസ് ആരൊക്കെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ മദറിനെ വേണം, എനിക്ക് എൻ്റെ ഫാദറിനെ വേണം. The man tried to soothe him by taking him to the roundabout. Will you have a ride on the horse? He gently asked as he approached the ring. The child's throat tore into 1,000 shrill sobs, and he only shouted, I want my father, I want my mother, I want my father. എന്താണ്, അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി റൗണ്ട് അബൌട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അതിലേക്ക് യാത്ര ചെയ്യണമെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്, എനിക്കെൻ്റെ മദറിനെ വേണം, എനിക്കെൻ്റെ ഫാദറിനെ വേണം. The man headed towards the place where the snake charmer still played on the flute to the swaying cobra. Listen to that nice music, child, he pleaded, but the child shut his ears with his fingering, shouted with double bass strain, I want my mother, I want my father. The man took him near the balloons, thinking the bright colors of the balloons would distract the child's attention and quieten him. Would you like a rain-colored balloon? He persuasively asked. The child turned his eyes from the flying balloon and just sobbed, I want my father, I want my mother, I want my father.
എന്താണ് അങ്ങനെ അവനെ ആ ഒരു സ്നേക്ക് ചാമ്ര കോബ്ര സ്വിങ് ആ ഒരു ഫ്ലൂട്ട് വെച്ച് പ്ലേ ചെയ്ത് അങ്ങോട്ട് ഈ ബോയിയെ കൊണ്ടുപോവുകയാണ് മ്യൂസിക് കേൾക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ബോയ് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ്, എനിക്ക് എൻ്റെ പാരൻസിനെ കാണണമെന്നാണ്. വീണ്ടും അടുത്ത ബലൂൺസിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. പക്ഷേ അവിടെയും ഈ ബോയ് ഒന്നും സമാധാനപ്പെടുന്നില്ല, അവൻ്റെ പാരൻസിനെ വേണമെന്ന് തന്നെയാണ് പറയുന്നത്. ദ മാൻ സ്റ്റിൽ ട്രൈങ് ടു മേക്ക് ദ ചൈൽഡ് ഹാപ്പി ബോ ഹിം ടു ദ ഗ്രേറ്റ് where the flowers are sad. Look, can we smell those nice flowers, child? Would you like a garland to put around your neck? The child turned his nose away from the basket and returned his sob. I want my father, I want my mother, I want my father. അടുത്ത ഫ്ലവർ ഷോപ്പിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഒരു ഗാർലാൻഡ് ഫ്ലവർ വേണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ കഴുത്തിൽ ഇട്ട് തരാമെന്നൊക്കെ പറയാണ്. പക്ഷേ അവന് അതൊന്നും ഓക്കെ അല്ല. അവൻ പറയുന്നത് അവൻ്റെ പാരൻസിനെ വേണമെന്ന് തന്നെയാണ്. Thinking to humor his disconsolate charge by a gift of sweets, the man took him to the counter of a sweet shop. But sweets would you like? What sweets would you like, child? He asked. The child turned his face and from the sweet shop and only sobbed, I want my father, I want my father. ഇതാണ് അടുത്ത സ്വീറ്റ് ഷോപ്പിൽ കൊണ്ടുപോയി ഏത് സ്വീറ്റ്സ് വേണമെന്ന് ചോദിച്ചിട്ടും അവൻ അനങ്ങുന്നില്ല. അവൻ എപ്പോഴും പറയുന്നത് എന്താണ്, ഐ വാണ്ട് മൈ മദർ, ഐ വാണ്ട് മൈ ഫാദർ എന്ന് മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.